ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നിങ്ങൾ ആരും ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടിമ പെട്ടി. ഈ വെറൈറ്റി പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയാ. കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം വരും. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായി മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് അരിഞ്ഞതാണിത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഏകദേശം നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടോ ഈ ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഏത് മസാല വെച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു ഫില്ലിങ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഫില്ലിങ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചമണം മാറണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മൾ 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനും മസാലയൊക്കെ കൂടി എല്ലാ ഭാഗത്തും ആയി വരണം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റിലാണ് ഇത് ആദ്യം സ്നാക്ക് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഷീറ്റിനെ നമുക്ക് നേർപകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് സെൻറ്ററിൽ നിന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. മറ്റേതും ഇതുപോലെ തന്നെ 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഒരു പീസ് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ പേസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേറൊരു പീസ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഒരു ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഏകദേശം 1 ടീസ്പൂണോളം എടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു ബോക്സ് പോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് മൈദ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് മടക്കി കൊടുക്കുക. വീണ്ടും മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് നമ്മളത് മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കുക. ഫൈനലായിട്ട് നമ്മൾ ലാസ്റ്റ് ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പെട്ടിമ പെട്ടി ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തതൊന്ന് കാണിച്ചു തരാം. അപ്പം മുഴുവനും ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോന്നും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഒരു ഭാഗം ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇത്ര വലിയ പണിയൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്.
അപ്പോൾ എണ്ണ കുടിക്കുന്നൊരു പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല. അപ്പം മുഴുവനും നമുക്ക് കോരിയിട്ടൊരു പ്ലേറ്റിലോട്ടൊക്കെ കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പെട്ടി എല്ലാം തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും ഇഫ്താറിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.